ഹലോ മക്കളെ, നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ലിസ്റ്റ് ഓൾ ദ എലമെന്റ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. താഴെ പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റുകളും, ഒരു 6 സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 6 സെറ്റിലുള്ള എല്ലാ എലമെന്റുകളും ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പർ ആണ് എക്സ് എന്ന് പറയുന്നത്. എന്താ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ, അതിൽ ഓഡ് നമ്പേഴ്സ് ഏതാ? ഓഡ് നമ്പേഴ്സ് 1 3 5 7 എക്സെട്ര. ഓക്കെ, ഓഡ് നാച്ചുറൽ നമ്പർ അതിൻ്റെ എൻഡ് പറഞ്ഞിട്ടില്ല, അപ്പോൾ എക്സെട്ര ഇട്ട് കൊടുത്താൽ മതി. ഇനി ബി, എക്സ് ഈസ് ആൻ ഇൻറ്റീജർ -1/2 ലെസ് ദാൻ എക്സ് 9/2. -1/2ൻ്റെയും 9/2ൻ്റെയും ഇടയിലുള്ള ഇൻറ്റീജർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ -1/2 എന്താന്ന് നോക്കാം. -1/2ൻ്റെയും 9/2ൻ്റെയും ഇടക്കാണ്. -1/2 എന്ന് പറഞ്ഞാൽ 1/2 എത്രയാ? 0.5 ആണ്. അത് നെഗറ്റീവ് ഉണ്ടായതുകൊണ്ട് -0.5. 9/2 എന്ന് പറഞ്ഞാൽ 4.5. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഇൻറ്റീജേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പേനയുടെ ഇൻറ്റീജേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 0 ഉണ്ടാവും, ഇവിടെ -1 ഉണ്ടാവും. ഇതിൻ്റെ നടുക്കാണ് ആര് വരിക? -0.5 വരിക. ഓക്കെ, പിന്നെ ഇങ്ങനെ പോയിട്ട് 4 കഴിഞ്ഞിട്ട് 4.5. അപ്പോൾ ഇൻറ്റീജർ ആണ്, പോയിന്റ് വരൂല. അപ്പോൾ -0.5ൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വലത്തേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഇൻറ്റീജർ ആരാ? 0. പിന്നെ 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4. 4.5ൻ്റെ അവിടെ അവസാനിക്കാനാണ് പറയുന്നത്. അപ്പോൾ 4 വരെ പോകുള്ളൂ. ഇൻറ്റീജർ അല്ലേ, പോയിന്റ് കൂട്ടൂല, 5 എടുക്കൂല, കാരണം 4.5ൻ്റെ മേലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഏതൊക്കെയാണ് വരിക? 0 1 2 3 4. ഇനി എക്സ് ഈസ് ആൻ ഇൻറ്റീജർ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. എക്സ് ഒരു ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ അതിൽ 0 ഉണ്ട്, പോസിറ്റീവ് നമ്പർ ഉണ്ട്, നെഗറ്റീവ് നമ്പർ ഉണ്ട്. പക്ഷേ x² കാണുമ്പോൾ അത് 4 അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ആയിരിക്കണം. ആദ്യം നമുക്ക് 0 എടുത്ത് നോക്കാം. 0ൻ്റെ സ്ക്വയർ എന്താണ്? 0. ഇൻറ്റീജർ ആണല്ലോ, അപ്പം നെഗറ്റീവ് നമ്പർ. -1ൻ്റെ സ്ക്വയർ 1. ഓക്കെ, 2 1 ഇട്ടുകണില്ല, 1 ഉണ്ടല്ല. ഒരു മിനിറ്റ്, പേനയുടെ -1ൻ്റെ സ്ക്വയർ -1 ഇൻറ്റു -1 എന്നാണ് വരിക കേട്ടോ. അത് 1. -2ൻ്റെ സ്ക്വയർ, സോറി അതങ്ങനെയല്ല, ഒരു മിനിറ്റ്. ഓക്കെ, ഇതിങ്ങനെ രണ്ടാക്കി തിരിക്കുക കേട്ടോ, ഇവിടെ ഡിവൈഡ് ചെയ്യാൻ മറന്നു. -1ൻ്റെ സ്ക്വയർ 1 ആണ്, 1ൻ്റെ സ്ക്വയറും 1 ആണ്. -2ൻ്റെ സ്ക്വയർ 4 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഓക്കെ, -3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 9 എടുക്കാൻ പറ്റില്ല, കാരണം 4 അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ ഏതൊക്കെ നമ്പറുകൾ വരും? 0 ഉണ്ടാവും, -1 ഉണ്ടാവും, -2 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും. അപ്പോൾ ഒരു ഓർഡറിൽ എഴുതുമ്പോൾ -2 1 0, -2 -1 0 1 2. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ 4 അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ കിട്ടണം. അതുകൊണ്ടാണ് 3 എടുക്കാൻ. -3 എടുത്തു കഴിഞ്ഞാൽ അത് 9 ആയി പറ്റൂല. 3യും 9 ആണ്, പിന്നെ അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് കൂടി കൂടി പോവല്ലേ ചെയ്യാം. നാലാമത്, എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. ലോയൽ എന്ന് പറയുന്ന വേർഡിലുള്ള ലെറ്ററുകൾ. അപ്പോൾ ആ ഓർഡറിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ആദ്യം L വരും, പിന്നെ O വരും, പിന്നെ Y വരും, പിന്നെ A വരും. രണ്ടാമത് L വരുമോ? ഒരു വട്ടം എഴുതിയാൽ മതി, 2 വട്ടം നമ്മൾ എഴുതൂല. അപ്പോൾ LOYA. എക്സ് ഈസ് എ മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിങ് 31 days. 31 ദിവസം ഇല്ലാത്ത മാസം. നമ്മൾ ഈ കൈവിരൽ മടക്കി വെച്ചാണ്ട് മാസം ഉണ്ടെന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നമ്മൾ ആ കൈവിരൽ മടക്കി വെച്ചിട്ട് നമ്മൾ ആ പദത്തിൻ്റെ അവിടെ എല്ലിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ 31 ദിവസം ഉണ്ടാവും. 2 വിരലുകൾക്കിടയിലാണെന്നുണ്ടെങ്കിൽ 30 ദിവസം, ഫെബ്രുവരി ഒഴികെ കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണുമ്പോൾ ജനുവരിയിൽ 31 ഉണ്ട്, ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29. അപ്പോൾ ഫസ്റ്റ് മാസം ഫെബ്രുവരി വരും. പിന്നെ മാർച്ച് വരൂല, കാരണം 31 ഉണ്ട്. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരും, മെയ് ഇല്ല, ജൂൺ വരും, ജൂലൈയും ഓഗസ്റ്റും വരില്ല, കാരണം ജൂലൈ നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അവിടെയാണ് വരിക. പിന്നെ വീണ്ടും നമ്മളെ ചെറുവിരലിൻ്റെ അടുക്ക വരിക. ജൂലൈയിലും ഓഗസ്റ്റിലും നിങ്ങൾക്ക് അറിയാമെന്നാണ് കരുതുന്നത് കേട്ടോ. നമ്മളുടെ വിരലുകൾ ഇപ്പം എങ്ങനെയാണ്? ചെറുവിരൽ, മോതിരവിരൽ, നടുവിരൽ, പിന്നെ ചൂണ്ടുവിരൽ, ഇങ്ങനെ 4 വിരലുകളുണ്ട്. ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, ജനുവരി,
ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അത് കഴിഞ്ഞാൽ ആഗസ്റ്റ് വീണ്ടും ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ജൂലൈയിലും ഓഗസ്റ്റിലും 31 ഉണ്ട്. അപ്പോൾ ജൂലൈയും ഓഗസ്റ്റും ഇല്ല. സെപ്റ്റംബർ വരും, ഒക്ടോബർ ഇല്ല, നവംബർ വരും, ഡിസംബർ ഇല്ല. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി, മാർച്ച് ഇല്ല, ഏപ്രിൽ, മെയ് ഇല്ല, ജൂൺ, ജൂലൈയും ഓഗസ്റ്റും ഇല്ല, സെപ്റ്റംബർ, ഒക്ടോബർ ഇല്ല, നവംബർ, ഡിസംബറിൽ 31. ഓക്കെ അല്ലേ? Then last one, X is a consonant in the English alphabet which precedes K. കേക്ക് മുമ്പുള്ള കോൺസനന്റുകൾ. ഓക്കെ, വവൽസ് അല്ലാത്ത ലെറ്ററുകളെയാണ് നമ്മൾ കോൺസനന്റ് എന്ന് പറയുക. ഏതൊക്കെയാ വവൽസ്? എ, ഇ, ഐ, ഒ, യു. അപ്പോൾ കേക്ക് മുമ്പാണ്. അപ്പോൾ എ ബി സി ഡി ഇങ്ങനെ എണ്ണി നോക്കിയാൽ മതി. അതിൽ വവൽസ് ഒഴിവാക്കുക. കെ ഇവിടെ പ്രിസീഡ്സ് കെ. അപ്പോൾ എ ഉണ്ടാവില്ല, ബി ഉണ്ടാവും, സി ഉണ്ടാവും, ഡി ഉണ്ടാവും, ഇ ഇല്ല, എഫ്, ജി, എച്ച്, ഐ ഇല്ല, ജെ. കെ വരെയല്ലേ? കേക്ക് തൊട്ട് മുമ്പ് വരെയുള്ളൂ. അപ്പോൾ ജെയിൽ അവസാനിക്കും. ഓക്കെ.